ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ അടുത്തായിട്ടാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ പരിസരങ്ങളിലും പ്രദേശത്തുമൊക്കെ തുടർച്ചയായി വെള്ളക്കെട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് അറിയാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. സാധാരണയായി അഴിമുഖത്തിൽ മണ്ണടിഞ്ഞു കൂടുകയോ അല്ലെങ്കിൽ കടൽ ഈ ജലത്തെ അബ്സോർബ് ചെയ്യാതെ വരികയോ ചെയ്യുമ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. കുട്ടനാട്, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലാണ് ഇതിൻ്റെ ഭാഗമായി വെള്ളപ്പൊക്കം അനുഭവപ്പെടാറുള്ളത്. അങ്ങനെ അഴിമുഖങ്ങളിൽ മണ്ണടിഞ്ഞു കൂടുന്ന സന്ദർഭങ്ങളിൽ എക്സ്കവേറ്ററുടെ സഹായത്തോടെ പൊഴിയുണ്ടാക്കി അതിലൂടെ വെള്ളം ഒഴുക്കിവിടാറാണ് പതിവ്. അതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല മഴയുണ്ട്. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം നേരത്തെ മണൽത്തിട്ടകളാൽ മൂടപ്പെട്ട് കിടന്ന ഭാഗങ്ങളാണ്. എക്സ്കവേറ്ററുകൾ വന്നിട്ടാണ് ഇത്രമേലാക്കിയെടുത്തത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മഴയൊക്കെ തോർന്നിട്ടുണ്ട്. നിങ്ങളിത് കണ്ടോ? ആറ്റിലെ മീനെ കടലിൽ നിന്നും വലവീശി പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താലേ, സുനാമി വന്നാൽ കുളത്തിൽ നിന്ന് മത്തിയും ചൂരയൊക്കെ കിട്ടുമെന്ന് ആളുകൾ തമാശക്കെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ ഒഴുക്കിൻ്റെ ശക്തി കാരണം മീനുകളെല്ലാം കടലിലേക്ക് ഒഴുകുകയാണ്. ഈ കാണുന്നതൊക്കെ ആറ്റുമീനാണ്. സൂര്യയൊക്കെ കിടന്ന് കിടക്കുന്നുണ്ടോ? പമ്പ, മണിമല, അച്ചൻകോവിൽ എന്നീ നദികളിലെ ജലവും കൂടാതെ കുട്ടനാട് പ്രദേശങ്ങളിൽ മഴ പെയ്തുണ്ടാകുന്ന വെള്ളവും ഈ സ്പിൽവേയിലൂടെയാണ് കടലിലേക്ക് ഒഴുകാറുള്ളത്. ഏതെങ്കിലും കാരണവശാൽ ഈ ജലം കടലിലേക്ക് ഒഴുകാതിരുന്നാൽ കുട്ടനാട് പ്രദേശങ്ങൾ വെള്ളത്തിലാവുകയും കൂടാതെ കാർത്തികപ്പള്ളി താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങൾ തോടുകൾ വഴി വെള്ളം ഒഴുകി കരയിലേക്ക് കയറുന്നതിനും കാരണമാകും. ഈ കാണുന്നത് കൊല്ലം കൊച്ചി നാഷണൽ വാട്ടർവേ ആണ്. തോട്ടപ്പള്ളിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരെയുള്ള തൃക്കുന്നപ്പുഴ എന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. പമ്പയാറ്റിലെ ജലം തോട്ടപ്പള്ളിയിൽ നിന്നും കൈവഴിയായി കായംകുളം കായലിലേക്ക് പതിക്കുന്നുണ്ട്. ഈ ജലപാത അറബിക്കടലിന് സമാന്തരമായി കിടക്കുന്നു. പമ്പയാറിന്റെ ഈ കൈവഴി പല്ലനയാറ് എന്ന പേരിലും അറിയപ്പെടുന്നു. തോട്ടപ്പള്ളി കൂടാതെ അടുത്തുള്ള അഴിമുഖം വലിയഴിക്കൽ അഴിമുഖമാണ്. തോട്ടപ്പള്ളിയിൽ നിന്നും വലിയഴിക്കൽ അഴിമുഖം വരെ ഏകദേശം 22 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടുത്തെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ കായംകുളം കായൽ അറബിക്കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കയറുന്നതിന് കാരണമാകുന്നു. ആയതിനാൽ ഈ ജലം കൃഷിക്കോ മറ്റ് ഗാർഹിക ഉപയോഗങ്ങൾക്കോ അനുയോജ്യമല്ല. 2021 കാർത്തികപ്പള്ളി തൃക്കുന്നപ്പുഴ പ്രദേശങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കമാണ് ഈ കാണുന്നത്. കോവിഡിൻ്റെ ഫസ്റ്റ് ഡോസ് വാക്സിൻ കൊടുക്കാൻ തുടങ്ങിയ ആ ഒരു സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കോവിഡും വെള്ളപ്പൊക്കവും ഒരേപോലെ വന്ന സമയം. 4 ദിവസം ഈ വെള്ളപ്പൊക്കം നീണ്ടു നിന്നു. അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ കരിമീനും വള്ളത്തെയും ഒക്കെ ഓടി മുറ്റത്ത് വരുമായിരുന്നു. വെള്ളപ്പൊക്കമാണെങ്കിലും മീൻപിടുത്തത്തിന് ഒരു കുറവുമില്ല. ഇത്തവണ വെള്ളം പൊങ്ങിക്കയറിയിട്ട് മീൻ കുറവായിരുന്നു. പെരുമ്പാമ്പിനെയാണ് കിട്ടിയത്. ഈ വെള്ളത്തിൻ്റെ അലർജി കാരണം കാലിലെ തൊലിയെല്ലാം പോയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്ത പോലെ ഇരിക്കുമായിരുന്നു. ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കാല് എണ്ണയും തേച്ചുകൊണ്ട് ഇറങ്ങിയില്ലെങ്കിൽ വട്ടച്ചൊറി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ കാണുന്നത് പശുക്കളെ കെട്ടുന്ന ഒരു തൊഴുത്തായിരുന്നു. അതുവരെ ഒന്ന് മുങ്ങിപ്പോയി. അതുകൊണ്ട് പശുക്കളെ റോഡിൽ കെട്ടേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പ്. മഴക്കാലത്ത് പെയ്ത്തുവെള്ളം കടലിലേക്ക് ഒഴുകിയില്ലെങ്കിലും വെള്ളപ്പൊക്കം, വേലിയേറ്റം ഉണ്ടായാലും വെള്ളപ്പൊക്കം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത്രയൊക്കെ കാര്യങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ തുടർന്നുള്ള വീഡിയോ കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.